2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച യുദ്ധം 656 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലെ മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങൾ ഇനിയൊരു നിമിഷവും കണ്ടു നിൽക്കാനാവാത്ത സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് UN-ഉം ഗാസ സന്ദർശിച്ച ലാറ്റിൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മത നേതാക്കളും അടക്കം പറയുന്നത്. പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങളടക്കം 10,000ങ്ങളുടെ ജീവനാണ് അപകടത്തിലായിരിക്കുന്നത്. 2025 മാത്രം 30,000 കുഞ്ഞുങ്ങളെയാണ് പോഷകാഹാരക്കുറവ് ബാധിച്ചിരിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അടിസ്ഥാന ഭക്ഷ്യവിതരണത്തിന്റെ കുറവ് എല്ലാവരെയും ബാധിച്ചു കഴിഞ്ഞതായി WHO വെസ്റ്റ് ബാങ്ക് ഗാസ പ്രതിനിധി ഡോക്ടർ ഡ്രിക് പീപ്പർകോൺ പറയുന്നു. ആളുകളുടെ ജീവൻ അവശേഷിപ്പിക്കുന്ന അവസാനത്തെ പിടിവള്ളിയും പൊട്ടിപ്പോകുമെന്ന ഭയമാണ് UN മനുഷ്യാവകാശ ഏജൻസിയായ OCHA പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഗാസയിൽ സഹായ വിതരണം നിർവഹിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയും GHF-നാണുള്ളത്. ഭക്ഷ്യക്ഷാമം ഗാസയിലെ ചികിത്സാരംഗത്തെയും ബാധിച്ചിട്ടുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം രോഗികൾക്ക് ആരോഗ്യം പ്രാപിക്കൽ പ്രയാസകരമാകുന്നുവെന്നാണ് തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രിയിലെ ഒരു ഓർത്തോപീഡിക് സർജൻ പറയുന്നത്. ആരോഗ്യമുള്ള മുതിർന്ന ആളുകൾ പോലും എല്ലും തോലുമായി മാറുന്ന കാഴ്ചയാണ് ഗാസയിലെന്ന് ഖാൻ യൂണിസിലെ കനേഡിയൻ ഡോക്ടർ പറയുന്നു. നഴ്സുമാരടക്കം ആരോഗ്യ പ്രവർത്തകരെയും ഗാസയിലെ സാഹചര്യം ബാധിച്ചു തുടങ്ങിയെന്നും ഡോക്ടർ പറയുന്നു. അതേസമയം ഗാസയ്ക്കകത്തും പുറത്തും ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കളും ചികിത്സാ വസ്തുക്കളും അടക്കമുള്ള അവശ്യ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. വിതരണം ഫലപ്രദമാകാത്തത് കൊണ്ടാണ് സഹായം ജനങ്ങളിലേക്ക് എത്താത്തതെന്നും ഇസ്രയേൽ വാദിക്കുന്നു. സഹായ വസ്തുക്കൾ നിറച്ച 950 ട്രക്കുകൾ കിടക്കുന്നതിൻ്റെ വീഡിയോയും ഇസ്രയേൽ സേനാ വക്താവ് നദാവ് ഷോഷാനി പങ്കുവെക്കുകയും ചെയ്തു. ഈ വാദത്തെ സഹായ വിതരണ ഏജൻസികൾ നിഷേധിക്കുന്നതുമില്ല. വെയർഹൗസുകളിൽ ടൺ കണക്കിന് സഹായ വസ്തുക്കൾ കെട്ടിക്കിടക്കുന്നുമുണ്ട്. പക്ഷേ ഇസ്രയേലി സർക്കാർ നിയന്ത്രണങ്ങൾ മൂലം ഈ വസ്തുക്കൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ഏജൻസികൾ പറയുന്നത്. ഇസ്രയേലിൻ്റെ കടുത്ത സുരക്ഷാ പരിശോധനകളും നിയന്ത്രണങ്ങളും സഹായ വിതരണത്തിന് കടുത്ത വെല്ലുവിളിയാകുന്നുണ്ട്. അതേസമയം കൊള്ളയും അതിക്രമവും അടക്കമുള്ള സംഭവങ്ങളും സഹായ വിതരണത്തിന് പ്രതിസന്ധിയാകുന്നതായി GHF പറയുന്നു. ഹമാസിന്റെ പ്രവർത്തനങ്ങളും സഹായ വിതരണത്തിന് തടസ്സമാകുന്നുവെന്ന വാദവും ചില ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നു. സഹായവും ഫണ്ടും തങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ ഹമാസ് ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. ഇസ്രയേലി അധികൃതരും സഹായ വിതരണ UN ഏജൻസികളും NGO-കളും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും സഹായ വിതരണത്തിൽ പ്രതിസന്ധി തീർക്കുകയാണ്. സഹായ വിതരണ വാഹന വ്യൂഹത്തിന് സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധിയാണ്. ഗാസയിൽ പട്ടിണിയും പോഷകാഹാരക്കുറവ് മൂലമുള്ള അതിഭീകരമായ മാനസിക ദുരിതവും സമാനതകളില്ലാത്ത തലത്തിലാണെന്നതിൽ തർക്കമില്ല. ഹൃദയം തകർക്കുന്ന കാഴ്ചയെന്നാണ് ഗാസ സന്ദർശിച്ച ശേഷം മടങ്ങിയ ക്രിസ്ത്യൻ ബിഷപ്പുമാർ പ്രതികരിച്ചത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വെയിലിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് കണ്ടതെന്ന് ഗാസയിലെ ലാറ്റിൻ ബിഷപ്പ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. സഭ ഗാസൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭാ ബിഷപ്പ് തിയോഫിലസ് മൂന്നാമൻ പറഞ്ഞു.